ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യൂൻ സ്പഞ്ച് അഥവാ പൈനാപ്പിൾ പഞ്ച്. ഇതൊരു മോക്ടെയിൽ റെസിപ്പിയാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. ചിലവർക്ക് അലർജി ഉണ്ടാവും, പക്ഷേ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് ഇത് വെച്ച് നല്ലൊരു മോക്ടെയിൽ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം. പിന്നെ അതുപോലെ ഒരു ലെമണിൻ്റെ ഫുൾ ജ്യൂസ് വേണം. ലെമൺ സെസ്റ്റ് വേണം. ലെമൺ സെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെമണിന് അതിൻ്റെ തൊലി മാത്രം ചുരണ്ടി എടുത്തതാണ്, അത് വേണം. പിന്നെ ഇനി നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് വേണം, കുറച്ച് സോഡ വേണം, അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും വേണം. ഇനി നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് 125 ml ഒരു കപ്പിൽ എടുത്തിട്ടുള്ള ഷുഗറാണ്. അപ്പോൾ അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. 1 കപ്പ് വെള്ളം ആ ഷുഗറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സിറപ്പാക്കി എടുക്കാം. ഇത് ഒരുപാട് തിക്കായിട്ടുള്ള വൺ സ്ട്രിങ് വരേണ്ട അങ്ങനെയൊന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പായിട്ട് ആ ഷുഗറെല്ലാം ഒന്ന് ഡിസോൾവ് ചെയ്ത് വരികയേ വേണ്ടൂ. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ലെമണിൻ്റെ തൊലി ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഷുഗറെല്ലാം നന്നായിട്ട് ഡിസോൾവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ പൈനാപ്പിളിനെ ഒന്ന് അരച്ചെടുക്കാം, നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാം. ഇപ്പം ഞാൻ പൈനാപ്പിളെല്ലാം ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമുക്കൊരു 4 പേർക്ക് സെർവ് ചെയ്യാനുള്ള ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ജ്യൂസാക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ അരച്ച് നന്നായിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ അടിച്ചാലും കണ്ടോ, അതിലിങ്ങനെ ചെറിയ പീസുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി അരിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് എടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ സെർവ് ചെയ്യുന്ന ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ജ്യൂസ് ഒരു 1/2 ഗ്ലാസ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സോഡയാണ് ചേർക്കേണ്ടത്. സോഡ മെല്ലെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പതഞ്ഞ് പൊന്തിപ്പോരും. ഇപ്പോൾ സോഡ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ്. നമുക്കതിനെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യൂൻ പഞ്ച് റെഡിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോക്ടെയിലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്.